ഈ അടുത്ത സമയത്ത് ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു ചങ്ങാതി ഫോൺ വിളിച്ചു സംസാരിച്ചു. എന്റെ കൂടെ വന്ന ഡ്രൈവറിനോട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ചങ്ങാതിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു, ഉസ്താദ് 2 പെണ്ണ് കെട്ടിയ ആളായി വിളിക്കുന്നു എന്ന് പറഞ്ഞു. 2 പെണ്ണ് കെട്ടിയ, അതെ, ഒന്ന് കണ്ണൂരിൽ നിന്ന് ഒന്ന് പടുക്കലിൽ നിന്ന്. അപ്പൊ അയാൾ പറയാം, ഫോൺ വിളിച്ചിട്ടപ്പോ ഞാൻ 2 പെണ്ണുകളെ കിട്ടിയ മാഷാ അല്ലാഹ്. ഞാൻ അയാളെ ആശംസിച്ചു. അല്ലാഹ് ഉസ്താദേ, ഞാൻ കരിമ്പ് ജ്യൂസിന്റെ മിഷ്യൻ പോലെയാണ്. അവിടുന്ന് കുറച്ച് അവള് പിഴിയും, ഇവിടുന്ന് കുറച്ച് പിഴിയും. അവിടുന്ന് കരിമ്പെടുത്ത് വെച്ച് കൊടുത്ത് പിഴിഞ്ഞ് ആ ജ്യൂസ് മിഷ്യനായി ഞാൻ ആകെ തകർന്ന. ഭയങ്കര ഇതിനോട് പറയാം, ഞാൻ സബർ പഠിച്ചു ഉസ്താദേ. ഞാൻ ഭയങ്കര ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. എനിക്കിപ്പോ ഭയങ്കര സബർ അല്ലാഹു തന്നു. ഈ 2 കല്യാണം സബൂറാക്കിയല്ലേ പറ്റൂ. എല്ലാവർക്കും 2 എണ്ണം കെട്ടണമെന്ന് മോഹമുണ്ട്, ആഗ്രഹമുണ്ട്. അല്ലാഹ് കബൂലാക്കി കൊടുക്കട്ടെ. എന്താ നിങ്ങൾ ആമീൻ പറയാത്ത? ചിലതിൽ ആമീൻ പറഞ്ഞു. ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കിയത്, ആരെങ്കിലും ആമീൻ പറയുന്നത് ചുണ്ടിൽ നോക്കിയിട്ടാണ് ഞാനിങ്ങനെ അല്ലാഹ് കബൂലാക്കി കൊടുക്കട്ടെ. ആരും മുണ്ടുന്നില്ല. പെണ്ണുങ്ങന്മാർ അവിടെ നോക്കിട്ട് രാത്രി കൂടെ ചോദിക്കും, നിങ്ങൾ ആമീൻ പറഞ്ഞില്ല? നിങ്ങൾ ആമീൻ പറഞ്ഞില്ല? ഞാൻ ഇപ്പൊ നോക്കും, നെറ്റ് എടുത്ത് വെച്ച് നോക്കും. നിങ്ങൾ ആമീൻ പറഞ്ഞു. ചുണ്ട് അപ്പൊ ഒന്നിനെ കൊണ്ടുപോലെ വലിയ പാടല്ല. നബിതങ്ങളത് പഠിപ്പിച്ച് കാണിച്ചു തങ്ങൾ അത് കാണിച്ചു തന്നു. എങ്ങനെയാണ് വിവാഹം കഴിച്ച് അവരുമായിട്ട് എങ്ങനെ കഴിച്ചുകൂടിയെന്നുള്ളത്. ഖദീജ റളിയല്ലാഹു തആല 25 വർഷം ജീവിച്ചു. ഖദീജ ബീവിക്ക് ഒരു ഓഫർ അല്ലാഹു നൽകി. എന്ത് ഓഫർ എന്നറിയോ? ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുമ്പോ ഖദീജ ബീവിയെ കുറിച്ചൊരു സന്തോഷ വാർത്തയുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. നബിയേ, ഗാർഹിറായിൽ വിശ്രമിക്കുന്ന ഖദീജ ബീവിക്ക് വേണ്ടി അല്ലാഹു സലാം അറിയിച്ചിരിക്കുകയാണ്. നബിയേ, തങ്ങളുടെ ഭാര്യമാരിൽ അല്ലാഹു സലാം അറിയിച്ച 1-2 ഭാര്യമാരുണ്ട്. അതിലൊന്ന് ഖദീജ, ഒന്ന് ആയിഷ റളിയല്ലാഹു തആല സലാം അറിയിച്ചു. അല്ലാഹുവിന്റെ സലാം പറയണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഖദീജയാണ് അവിടുത്തെ ഭാര്യ. അവളിതാ കടന്നു വരും കേട്ടോ. അവളുടെ കയ്യിൽ ഭക്ഷണത്തിന്റെ പാത്രമുണ്ട് കേട്ടോ. അതിൽ ഭക്ഷണമുണ്ട് നബിയേ. അവൾ കടന്നു വരുമ്പോ ഫബശ്ശിർഹാ, അവൾക്ക് സലാം ചൊല്ലിയതിനു ശേഷം ഫബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം ഒരു സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. സ്വർഗ്ഗത്തിൽ ഒറ്റ മാണിക്യം, ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം. ഒരു ഒച്ചപ്പാടില്ലാത്ത, ബഹളമില്ലാത്ത, ടെൻഷനില്ലാത്ത ഒരു ഭവനത്തെ കൊണ്ടൊരു സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. മുത്തിനാലുള്ള കൊട്ടാരം അല്ലാഹു ഖദീജ ബീവിക്ക് സമ്മാനിച്ചിരിക്കുന്നു എന്ന് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് കാരണമെന്നറിയോ? ഖദീജ 25 വർഷ കാലയളവില് ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കാനുള്ള കാരണം, ലം തർഫഅ സൗതഹാ അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ ഇലാ യൗമിൻ ദഹ്റൻ ഇലാ ദഹ്രി. ഒരു ദിവസം പോലും, ഒരു കാലത്തിൽ പോലും, സെക്കൻഡില് പോലും, 25 വർഷത്തെ കാലയളവിൽ ഒരിക്കൽ പോലും നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ നോക്കിയിട്ട് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹാ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടേ ഇല്ല. 25 കാലയളവിൽ നബി തങ്ങൾ നോക്കിയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കാത്ത ഒരൊറ്റ കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒറ്റ മുത്തിനാലുള്ള കൊട്ടാരം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യ കിട്ടും. അങ്ങനെയുള്ള ഭാര്യയാണെങ്കിൽ കിട്ടും.
നിങ്ങൾ ഇരിക്കുന്ന ഇച്ഛാമാര് നിങ്ങളുടെ മുന്നിൽ ഒരിക്കലെങ്കിലും ശബ്ദമുയർത്തി സംസാരിക്കാത്ത ഭാര്യമാരുണ്ടോ? എന്റെ പ്രഭാഷണം ലൈവിലൂടെ കേൾക്കുന്ന ഏതെങ്കിലും ഭാര്യമാർ ഭർത്താവിനെ നോക്കിയിട്ട് ശബ്ദമുയർത്തി സംസാരിക്കുകയോ ചൊടിക്കുകയോ ചെയ്യാത്ത ഭാര്യമാരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒറ്റമുത്തിനാലുള്ള കൊട്ടാരം അല്ലാഹു അവർക്കും നൽകും പെങ്ങളെ. ഖദീജ ബീവി കൊടുക്കുന്ന പോലെ നമുക്ക് കിട്ടും. പക്ഷെ ഭർത്താവിനോട് ചോദിക്കാൻ പാടില്ല, ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ പാടില്ല, ഭർത്താവിനോട് ദേഷ്യപ്പെടാൻ പാടില്ല. നടക്കുവോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരിക്കാടി, കടവത്ത്, കടപ്പുറത്തിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാൻ അവർക്ക് വേണ്ടി ഇപ്പൊ ദുആ ചെയ്യും. ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയി പൊരുത്തം ചോദിക്കണേ. ഇനി മരിക്കുന്നത് വരെ എനിക്കറിവില്ലാതെ ഞാൻ പറഞ്ഞു പോയതാ, പൊരുത്തം തരണം കേട്ടോ, മാപ്പ് ചെയ്യണം കേട്ടോ എന്ന് പൊരുത്തം വാങ്ങിയിട്ട് ജീവിച്ചോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് മടക്കി തരും കേട്ടോ. എന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും പൊരുത്തപ്പെട്ട് കൊടുത്തേക്കണം. പാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഖദീജ റളിയല്ലാഹു തആല 25 വർഷം ജീവിച്ചു. കമാന്നൊരക്ഷരം നബിയെ നോക്കി പറഞ്ഞിട്ടില്ല. എന്നാൽ നബിതങ്ങളെക്കാട്ടിലും സമ്പത്തുണ്ട്, നബിതങ്ങളെക്കാട്ടിലും ആരോഗ്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വയസ്സുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമ്പത്ത് കൂടുതലാണ്. അതിനേക്കാളും സമ്പത്തുണ്ട്. ഇന്ന് സമ്പത്തുള്ള പെണ്ണല്ലേ ഭർത്താക്കന്മാരോട് കയർക്കുന്നത്, ചൊടിക്കുന്നത്, ദേഷ്യപ്പെടുന്നത് സമ്പത്തുള്ള പെണ്ണല്ലേ. അത് പാടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാ ഖദീജ റളിയല്ലാഹു തആല അന്ന സമ്പന്നയായിരുന്നു. ആ ഖദീജ ബീവിയെ കൊണ്ടാണ് പരിശുദ്ധമായ ദീൻ അല്ലാഹു നിലനിർത്തിയിരുന്നത്. ശഅബ് അബീ താലിബിൽ 3 വർഷത്തോളം പട്ടിണിയിൽ കിടന്ന നബിയെയും സ്വഹാബത്തിനെയും സഹായിച്ചത് ഖദീജ ബീവിയുടെ സമ്പത്ത് കൊണ്ടായിരുന്നില്ലേ? ആ ഖദീജ ബീവി ഇസ്ലാമിന് വേണ്ടി പണം ചെലവാക്കിയില്ലേ? ദീനിന് വേണ്ടി പണം വാരി എറിഞ്ഞില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരിക്കൽ ആയിഷ ബീവി ചോദിക്കുകയുണ്ടായി നബി തങ്ങളോട്, എപ്പോഴും നബിയെ നിങ്ങൾ ഖദീജ 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 എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നടക്കുന്നത്, ഒരു ദിക്ർ പോലെയല്ലേ? ഇന്നഹാല കാനത്ത് അജൂസ, അവരൊരു കിഴവിയായിരുന്നില്ലേ, തൊണ്ടിയായിരുന്നില്ലേ? വഖദ് അബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, അവരെക്കാൾ എത്രയോ ചെറുപ്പക്കാരിയായ ബാല്യക്കാരിയായ ആയിഷയെ പോലുള്ള പെണ്ണിനെ അല്ലാഹു നിങ്ങൾക്ക് തന്നില്ലേ നബിയെ? എന്തിനാണ് പിന്നെ തൊണ്ടിയായ ഖദീജ ബീവിയെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുന്നതെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഇല്ലാ ആയിഷ മാ അഖ്ലഫനി അല്ലാഹു ഖൈറൻ മിൻഹാ, എനിക്ക് എന്റെ ഖദീജയേക്കാൾ ശ്രേഷ്ഠയായ ഒരു പെണ്ണിനെ അല്ലാഹു നൽകിയിട്ടേ ഇല്ല. ഖദീജ ആയിഷ ബീവിക്ക് അസൂയ കൊണ്ടിട്ട്, അസൂയ രണ്ടുകൊണ്ടിട്ടുള്ള പ്രശ്നം അതാണ്. ഒന്നും പറയാൻ പറ്റൂല. ഖദീജ ബീവിയെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കും നബി തങ്ങള്. ആദ്യത്തെ പെണ്ണിനെ കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഒരു ഭാര്യ മരിച്ചുപോയി, രണ്ടാമതൊരു പെണ്ണ് കെട്ടിയെന്ന് വെച്ചോളി. ആദ്യത്തെ പെണ്ണ് കെട്ടിയത് നമ്മൾ മൈക്കാളത്ത് കെട്ടിയെന്ന് വെച്ചോളി, മംഗലാപുരത്തുനിന്ന്. രണ്ടാമത്തെ പെണ്ണ് മഞ്ചേശ്വരത്ത് കെട്ടി. ആദ്യത്തെ മരിച്ചുപോയി, മഞ്ചേശ്വരത്ത് പെണ്ണും കെട്ടി. അവളെ കാട്ടിലും കുറച്ച് ചോർക്കുണ്ട് കാണാന്. എന്റെ സുഹറ നല്ല എന്റെ സുഹറ ഓളെ കൊണ്ട് നല്ല മയറുണ്ടായിരുന്നു. എന്റെ സുഹറ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെയൊക്കെ ശ്രമിക്കും. ഓള് മഞ്ചേശ്വരക്കാരി പെണ്ണ് കുറെയൊക്കെ ശ്രമിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സുഹറ. അപ്പൊ ഒരു ദിവസം ഇരുന്ന് ചുമ്മാ ഈ ചങ്ങാതി ഇരുന്ന് പാടുന്നു, ഓട്ടനെ ഓടിച്ചോളിക്കാത്ത ഇങ്ങടെ കുറെ സുഹറ ഞങ്ങളൊന്നും പെണ്ണല്ലേ, നമ്മളൊന്നും അവളെ കാണത്ര സൗൾക്കുള്ളവള്, സുന്ദരിയും സൗന്ദര്യവും ആരോഗ്യമുള്ളവള്, ചെറുപ്പക്കാരി ബാല്യക്കാരി, പിന്നെ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്. ഖദീജ റളിയല്ലാഹു തആലയെ കുറിച്ച് ആയിഷ ബീവി ഇങ്ങനെ നടന്ന് രണ്ടുപേരും കൂടെ ഇങ്ങനെ വാക്കിങ്ങിന് പോകുമ്പോ നബിതങ്ങളെ കൈക്ക് പിടിച്ചിട്ട് പുറത്തു പോകുമ്പോ ഖദീജ ബീവിയെ കുറിച്ച് പറയും, എന്റെ ഖദീജ ഉണ്ടല്ലോ, എന്റെ ഖദീജ അങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു. മൗലൂദ് ഓതിക്കൊണ്ടു ഖദീജ ബീവിയെ കുറിച്ച് മൗലൂദ് ഓതിക്കൊണ്ടു. അത് പിടിക്കൂല പെണ്ണുങ്ങൾ.
പിടിക്കൂല. ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നത് അടുത്ത പെണ്ണിനെ പിടിക്കൂല. ദേഷ്യപ്പെട്ടു ഖദീജ ആയിഷ ബീവി. ഹൽ കാനത് ഇല്ലാ അജൂസാ, നബിയേ എപ്പോഴും ഖദീജ 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 എന്ന് പറഞ്ഞു നടക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് അവൾ ഒരു കിളവിയായിരുന്നില്ലേ, തൊണ്ടിയായിരുന്നില്ലേ? വഖദ് അബ്ദലനി അല്ലാഹു ഖൈറൻ അബ്ദലക അല്ലാഹു ഖൈറൻ മിന്നാ, ഞങ്ങളെ പോലുള്ള സുന്ദരികളും സുമുഖികളുമായ ചെറുപ്പക്കാരികളെ അല്ലാഹു നിങ്ങൾക്ക് തന്ന് സന്തോഷിപ്പിച്ചില്ലേ നബിയേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ ഇഷ്ടപ്പെടും. 25 വർഷം എനിക്ക് മക്കളെ തന്ന എന്റെ ഖദീജ ബീവിയിലൂടെയാണ്. ദീനിനെ നിലനിർത്തിയത് അവളുടെ സമ്പത്തിലൂടെയാണ്. നന്ദി വേണം. ഭർത്താക്കന്മാരാണെങ്കിൽ നന്ദി വേണം. അല്ലാഹുവിന്റെ റസൂല് പരസ്യമായി പറഞ്ഞു, അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ ഇല്ലാ ആയിഷ, എനിക്ക് എന്റെ ഖദീജയേക്കാൾ ശ്രേഷ്ഠയായ പെണ്ണിനെ അല്ലാഹു തന്നിട്ടില്ല കേട്ടോ. എന്താ കുഴപ്പം? ഖദീജ ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചെറുപ്പക്കാരി ഖദീജ, ആയിഷ ബീവി ചെറുപ്പക്കാരി, മറ്റേത് വയസ്സിയാണ്. ഇടയ്ക്ക് തൊണ്ടീന്ന് വിളിച്ചും പോയില്ലേ? ഭയങ്കര ടെൻഷനായി പോയി. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഖദീജയേക്കാൾ ശ്രേഷ്ഠയായ പെണ്ണ് എനിക്ക് തന്നിട്ടില്ല. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു, ആയിഷ പരിശുദ്ധമായ ദീനിനെ നിലനിർത്തിയത് അവളുടെ സമ്പത്ത് കൊണ്ടിട്ടാണ്. എനിക്ക് അല്ലാഹു മക്കളെ തന്നത് അവളുടെയാണ്. ആയിഷ അബീ താലിബിനെ പട്ടിണി കിടക്കുമ്പോ, ഉപരോധത്തിൽ കിടക്കുമ്പോ അവളുടെ സമ്പത്ത് കൊണ്ടാണ് അല്ലാഹു തആല ഞങ്ങളെ സഹായിച്ചത്. ദീനിന് വേണ്ടി കോടാനുകോടി ദിർഹമുകൾ, ദിനാറുകൾ നൽകിയത് എന്റെ ഖദീജയാണ്. അതുകൊണ്ടാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഖദീജ ബീവിയെ ഓർത്തിട്ട് ആടിന്റെ ഇറച്ചി ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് നബി തങ്ങൾ കൊടുത്തു വിടുമായിരുന്നു. മരണപ്പെട്ടു പോയവർക്കുണ്ട് നമ്മൾ ചെയ്യുന്ന സദഖ, അതാണ് ഏറ്റവും വലിയ. ഭക്ഷണം കൊടുക്കുന്ന അവരെ കുറിച്ച് ഓർത്തിട്ട് ഒരു നന്മയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നില്ലേ? ഖദീജ ബീവിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആടിനെ അറുത്തിട്ട് അവരുടെ തോഴിമാർക്കെല്ലാം കൊടുത്തുവിടും. എന്റെ ഖദീജ പെട്ടെന്ന് ഓർക്കണം. അതാണ് ഓർക്കണം. ഇന്ന ഹിസ്നൽ അഹദി മിനൽ ഈമാൻ, പൂർവികരുടെ ചരിത്രങ്ങൾ ഓർക്കൽ അത് സുന്നത്താണ്, ഈമാന്റെ ഭാഗമാണ്. മറന്നു പോവരുത് കേട്ടോ. ബദറിൽ പിടിക്കപ്പെട്ട ബഹുമാനപ്പെട്ട അതിൽ നിന്ന് സഹാബാക്കളുമുണ്ട്, പിന്നീട് മുസ്ലിമായവരുമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ബദറിൽ പിടിക്കപ്പെട്ട തടവുകാരുടെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മകൾ സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അബുൽ ആസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന സഹാബി ഉണ്ടായിരുന്നു. അന്ന് മുസ്ലിമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം കഴിച്ച അബുൽ ആസ് ഇബ്നു റബീഅ അന്ന് മുസ്ലിമായിട്ടില്ല. പക്ഷെ ബദറിൽ വെച്ച് തടവ് പുള്ളികളായിട്ട് 25 പേരെ പിടിക്കപ്പെട്ട കൂട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഫത്വ പുറപ്പെടുവിച്ചു. ഇതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരാണ്, മക്കളെ നിങ്ങളുടെ നാട്ടുകാരും കുടുംബക്കാരുമാണ്. ഞങ്ങളെ കൊല്ലാൻ വന്നപ്പോൾ ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൊണ്ടുവന്ന് മോചന ദ്രവ്യം നൽകി ജാമ്യത്തിൽ കൊണ്ടുപോകാം. ആരെ ഞങ്ങൾ കൊല്ലുന്നില്ല. ഇസ്ലാം മതം പഠിപ്പിച്ച കണ്ടോ? ഇസ്ലാം എത്ര നല്ല മതം ആലോചിച്ച് നോക്കി. നബി തങ്ങളെയും സഹാബത്തിനെ വകവരുത്താൻ വന്ന ഇസ്ലാമിന്റെ പ്രതിയോഗികളെ അറസ്റ്റ് ചെയ്ത് മദീനയുടെ തിരുമുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടിയിട്ട് ബന്ദികളാക്കി ഇട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്ത് ചെയ്യണം? ചിലര് പറഞ്ഞു കത്തിയരെ, ചിലര് പറഞ്ഞു കത്തിച്ചുകള. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ ഇതൊക്കെ നമ്മുടെ കുടുംബക്കാരൊക്കെ അല്ലേ, നമ്മുടെ കൂടെ നാട്ടിലൊക്കെ സഹവസിച്ചവരല്ലേ, എന്തെങ്കിലും അവിടെ കുടുംബക്കാരെ അറിയിച്ചിട്ട് ജാമ്യ തുക കെട്ടിവെച്ചിട്ട് അവരെ അങ്ങ് സ്വതന്ത്രരാക്കി. അതാണ് അതല്ലാതെ കൊന്നു കളഞ്ഞില്ല. അവരെ കൊല്ലാനോ കത്തിക്കാനോ തയ്യാറായില്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ വാക്ക് കേട്ടിട്ട് മക്കക്കാരെ വിളിച്ചറിയിച്ചു, നിങ്ങൾ മോചനദ്രവ്യം
കൊണ്ടുവന്നിട്ട് ഇവരെ നിങ്ങൾ ജാമ്യത്തിൽ കൊണ്ടുപോയിക്കോ. അങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പൊന്നുമോൾ സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ് അബുൽ ആസ് ബിൻ റബീഅ കൂട്ടത്തിലുണ്ട്. സൈനബ റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിക്കുന്ന ദിവസത്തില് ഖദീജ ബീവി കൊടുത്തു വെച്ച മാലയുണ്ടല്ലോ, ഖദീജ ബീവിയുടെ കഴുത്തിൽ അടങ്ങിയിരുന്ന മാല പൊന്നുമോൾ സൈനബക്കാണ് ഖദീജ അത് സമ്മാനിച്ചത്. ആ കഴുത്തിൽ കിടന്ന സൈനബിന്റെ മാല അഴിച്ചിട്ട് ദൂതന്റെ കയ്യിൽ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് അബുൽ ആസ് ബിൻ റബീഅനെ മോചിപ്പിക്കാൻ എന്റെ ഉപ്പയായ നബി തങ്ങളോട് പറയണേ. ഭർത്താവിനോടുള്ള സ്നേഹം, ഭർത്താവിനുള്ള സ്നേഹം. ഭർത്താവ് മുസ്ലിമായിട്ടില്ല, മുനാഫിക്കായിരുന്നു, മുസ്ലിമായിട്ടില്ല, പിന്നീട് മുസ്ലിമായി. ആ മുസ്ലിമാകാതിരുന്നിട്ട് പോലും സൈനബ് റളിയല്ലാഹു തആല തന്റെ കഴുത്തിൽ കിടന്ന മാല ഊരിയിട്ട് എന്റെ ഭർത്താവിനെ മോചിപ്പിക്കണം നബിയോട് കൊടുത്തു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സുബഹി കഴിഞ്ഞ് ആ കെട്ടങ്ങനെ അഴിച്ചു നോക്കുമ്പോ ഖദീജ തന്റെ പ്രിയതമയായ പ്രിയങ്കരിയായ ഖദീജയുടെ മുഖമാണ് അതിൽ തെളിഞ്ഞു വന്നത്. ഫബകാ റസൂലുള്ളാഹി ബുകാഅൻ ശദീദാ. നബി തങ്ങൾ ദീർഘനേരം കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുകയാ. സഹാബത്ത് കരുതിപ്പോയി. പൊന്നുമോളുടെ മാല കണ്ടിട്ട് നബി തങ്ങൾ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, അവിടുത്തെ മരുമകനായ അബുൽ ആസ് ബിൻ റബീഅനെ നിരുപാധികം വിട്ടയക്കണം നബിയേ. ആ മാല മടക്കി കൊടുക്കൂ നബിയേ. ആ മാല വാങ്ങേണ്ട സഹാബത്ത് ഒന്നടങ്കം തീരുമാനിച്ചു. അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണേ, വെറുതെ വിടണേ എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് മറുപടി പറഞ്ഞു, ഏ സഹാബത്തേ, ഞാൻ അതിനല്ല കരഞ്ഞത് കേട്ടോ. എന്റെ ഭാര്യയായ, എന്റെ എല്ലാമെല്ലാമായ, എന്റെ ചങ്കായ, എന്റെ ജീവിതത്തിന്റെ തുടിപ്പായ എന്റെ ഖദീജയുടെ മുഖമാണ് എനിക്ക് ഈ മാലയിലൂടെ ഓർമ്മ വന്നു പോയത്. പഴയകാല ചരിത്രങ്ങൾ ഓർക്കൽ ഈമാനിന്റെ ഭാഗമാ. അങ്ങനെയാണ് എന്റെ ഭാര്യയായ ഖദീജയെ ഞാൻ ഓർത്തുപോയി കരഞ്ഞതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖദീജ റളിയല്ലാഹു തആല മാല വർഷങ്ങൾക്ക് ശേഷം കണ്ട് ആ ഭാര്യയെ ഓർത്ത് കരഞ്ഞുപോയി. മരണപ്പെട്ടു ഭാര്യ ഓർത്ത് കരഞ്ഞുപോയി. എത്രയോ ഭാര്യമാർ വേറെ ഉണ്ട്, പക്ഷെ എന്നാലും അതല്ല. ആ പഴയ ഭാര്യ തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ അത് ഓർത്തിട്ട് കരഞ്ഞു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞതാ, പഴയ കാര്യങ്ങൾ ഓർക്കൽ ഈമാന്റെ ഭാഗമാണ്. ഇപ്പൊ മരിച്ചുപോയവരെ ഓർക്കൽ, പൂർവികരെ ഓർക്കൽ, ഇതൊക്കെ ഈമാനിന്റെ ഭാഗമാണ്. അതൊക്കെ ചിന്തിച്ചു നോക്കി. അവരൊക്കെ മരിച്ചവരെ അങ്ങനെ അങ്ങോട്ട് വിട്ടാലോ പിന്നെ അവർക്ക് വേണ്ടി ആരാ ദ്വാരക്കുക? അവർക്ക് വേണ്ടി പിന്നെ ആരാണ് പ്രാർത്ഥിക്കുക? അതുകൊണ്ട് അവർക്ക് വേണ്ടി ആരാണ് സദഖ ചെയ്യുക? ഇന്ന ഹുസ്നുൽ അഹ്ദി മിനൽ ഈമാൻ. ആ ഖദീജ ബീവിക്ക് മറ്റൊരു ഗുണം കൂടി അല്ലാഹു നൽകി. എന്താണെന്നറിയുമോ? ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന സമയത്ത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്കൊരാഗ്രഹമുണ്ട് നബിയേ. എന്താണ് ആഗ്രഹം? ഖദീജ ബീവിയുടെ രോഗം മോചിക്കുന്ന സമയത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക്, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഖദീജയുടെ അരികിലേക്ക് പോകുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്മഅ വസായാ, എനിക്ക് കുറച്ച് വസിയത്ത് ചെയ്യാനുണ്ട് നബിയേ. ആ വസിയത്ത് നിങ്ങളൊന്ന് കേൾക്കണം നബിയേ. ഭാര്യമാരെ ശ്രദ്ധിക്കണേ, ഈ പ്രഭാഷണം കേൾക്കുന്ന ഭാര്യമാരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. കൊടുങ്കടലിലേക്ക് പോയിട്ട് മീൻ പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് അന്നം തരുന്നവരാണ്. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ്. കാറ്റിലും കോളിലും ആ തോണിയങ്ങാണ് മറിഞ്ഞു പോയാൽ ഇടിമിന്നൽ വന്നാൽ, കൊടുങ്കാറ്റടിച്ചാൽ അതിൽ നിന്നെല്ലാം തരണം ചെയ്ത് പടച്ചവരെ, ഞാൻ ഈ
ഇഷ്ടപ്പെടുന്നത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, എന്റെ മക്കൾക്ക് വേണ്ടിയാണ്. സർവത്യാഗവും സഹിച്ച് നടുക്കടലിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി വിയർപ്പിനെ രക്തത്തെ വിയർപ്പിന്റെ തുള്ളിയാക്കി മാറ്റിയിട്ട് ചോര നീരാക്കി നിങ്ങളുടെ മുന്നിലേക്ക് അന്നം കൊണ്ടുവരുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ, അവർ ഏറ്റവും ശ്രേഷ്ഠരാണ് എന്നതിന്റെ തെളിവാണ് മഹദിയായ ഖദീജ ബീവി നമുക്ക് ഇവിടെ അറിയിച്ചു തരുന്നത്. ഖദീജ ബീവി വഫാത്താകുന്ന സമയമായപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ഇസ്മഉ വസായ, എന്റെ വസിയത്ത് നിങ്ങളൊന്ന് കേൾക്കണം നബിയേ. പറയൂ ഖദീജ, പറയൂ ഖദീജ, അല്ലാഹുവിന്റെ റസൂലിനോട് ആദ്യമായി മരണവേദന അനുഭവിച്ചു കിടക്കുന്ന ഖദീജ പറഞ്ഞതെന്തെന്നറിയോ? ഫഅഫു അന്നീ യാ റസൂലല്ലാഹ്. ഓർക്കണേ പെങ്ങളെ, ഈ വാത് കേൾക്കുന്ന ഏത് പരിസരത്തിരിക്കുന്നോ, വീട്ടിലിരിക്കുന്നോ, ഈ പരിശുദ്ധമായ പള്ളിയുടെ പരിസരങ്ങളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഭർത്താവിന്റെ കൈക്ക് പിടിച്ചിട്ട് നിങ്ങൾ യാചിക്കേണ്ട ഒരു വാക്കാ ഖദീജ ബീവി നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. ആ ഖദീജ ബീവി നബി തങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ ഒരു വാക്കാണ്, ഫഅഫു അന്നീ യാ റസൂലല്ലാഹ് ഇന്നി ഖാസിറുൻ ഫീ ഹഖിക യാ റസൂലല്ലാഹ്. നബിയേ, 25 വർഷത്തെ കാലയളവിൽ ഒരുപാട് അപാകതകള്, ന്യൂനതകള് എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് വന്നിട്ടുണ്ട് യാ റസൂലല്ലാഹ്. പൊരുത്തപ്പെടണേ നബിയേ, പൊരുത്തപ്പെടണേ നബിയേ. അങ്ങ് പൊരുത്തപ്പെട്ടിട്ടില്ല എങ്കിൽ എനിക്ക് ആഖിറം നഷ്ടമാകുമെന്ന് ഞാൻ ഭയപ്പെടുകയാ. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ വസിയത്ത് ഫഅഫു അന്നീ യാ റസൂലല്ലാഹ്, എന്നോട് പൊരുത്തം തരണം നബിയേ. എനിക്കത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ പോയി, വല്ലാത്ത വിഷമമായി പോയി. നബി തങ്ങളോട് പൊരുത്തം ചോദിക്കുന്ന ഭാര്യ 25 വർഷക്കാലയളവില് ഇസ്ലാമിന് വേണ്ടി ത്യാഗം സഹിച്ച മഹദിയായ ഖദീജ, പണം ചെലവഴിച്ച മഹദിയായ ഖദീജ, ആ ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ചോദിച്ചപ്പോ നബി തങ്ങൾക്ക് അതങ്ങോട്ട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ ഗദ്ഗദത്തോടു കൂടി പറഞ്ഞു, ഹാശാ വകല്ലാ മാ റഅയ്തു മിൻകി ഖാസിറാ. എന്റെ ഖദീജേ, അങ്ങനെ പറയരുത് കേട്ടോ. എന്റെ ജീവിതത്തിൽ നീ ഒരു ന്യൂനത എനിക്ക് വരുത്തി വെച്ചിട്ടില്ല കേട്ടോ. എന്റെ ജീവിതത്തിൽ ഒരു പോലും ഏൽക്കാതെ എന്നെ സംരക്ഷിച്ച ഗുണമതിയായ ഭാര്യയാണ് നീ കേട്ടോ. എന്നോട് കയർക്കാത്ത ഭാര്യയാണ് നീ കേട്ടോ. എന്നെ ദേഷ്യം പിടിപ്പിക്കാത്ത ഭാര്യയാണ്. പരിശുദ്ധമായ ദീനില് ചെലവാക്കിയ പണത്തിന് കണക്കില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തില് ലക്ഷക്കണക്കിന് ദിർഹമുകൾ, ദീനാറുകൾ നീയാണ് ചെലവഴിച്ചത് ഖദീജ. അതുകൊണ്ട് ഖദീജ, എന്റെ ജീവിതത്തിൽ ഒരു തെറ്റും നീ എന്നോട് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നീ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. അങ്ങോട്ട് എന്നോട് ചോദിക്കരുത്, കാരണം നീ എന്നോട് തൃപ്തിപ്പെട്ട ജീവിതമായിരുന്നു. ഇത്ര വലിയൊരു കുടുംബജീവിതം, ഇത്ര വലിയൊരു കുടുംബജീവിതം പൊരുത്തം വേണ്ട. നീ ഒരു തെറ്റോട് ചെയ്തിട്ടില്ല. 25 വർഷം ആലോചിച്ചു. നമ്മുടെ 25 ജീവിതത്തിൽ, നമ്മുടെ 25 വർഷം ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞ് 25 വർഷമായ ഒരു കൈവക്ക്, 25 വർഷമായ ഒരു കൈവക്ക്. എന്താ നിങ്ങളെന്താ 12 വർഷമായുള്ള 25 വർഷം 25 വർഷം ഖദീജ വേണ്ടി ജീവിച്ചിട്ട് ഒരു കുടുംബത്തിലെ പ്രശ്നം. അല്ലാഹു തആല അവരുടെ ബർക്കത്തോടെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈർ തരുമാറാകട്ടെ, സന്തോഷം തരുമാറാകട്ടെ, സമാധാനം തരുമാറാകട്ടെ, സന്തുഷ്ട കുടുംബ ജീവിതം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കതാണ് വേണ്ടത്. ഏയ് നീ എന്നോട് പൊരുത്തം ചോദിക്കണ്ട. അല്ലാഹു അക്ബർ. ഇന്ന് നമ്മുടെ ഭാര്യ നമ്മുടെ പൊരുത്തം ചോദിക്കണം. ഇന്ന് രാത്രി പോയി ചോദിക്കണം. രാത്രി ചോദിച്ചോളൂ,
പൊരുത്തം വാങ്ങിച്ചോട്ടോ. ഭാര്യമാര് പോയിട്ട് അച്ഛൻ്റെ കൈക്ക് പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കണം. നിങ്ങളും ചോദിക്കണം, നമ്മളും ചോദിക്കണം. കാരണം നമ്മളെ ഭാഗത്ത് നിന്ന് ഒരുപാടൊക്കെ അപാകതകൾ വന്നിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട്, ഇടിച്ചിട്ടുണ്ട്, തെറി വിളിച്ചിട്ടുണ്ട്. ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമയെ കുറിച്ച് നബി തങ്ങളോട് ചോദിച്ചു സഹാബത്ത്. ഭാര്യമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കും അവരോട് ചില ഹക്കുകളില്ലേ? കല്യാണം കഴിക്കുമ്പോ പള്ളിയിൽ വെച്ചിട്ട് പെണ്ണിന്റെ ഉപ്പാന്റെ കൈക്ക് പിടിച്ചിട്ട് ഈ ചെക്കന്റെ കൈയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു തരുന്ന വാക്കിന്റെ അർത്ഥം എന്തെന്നറിയോ? ഉസവ്വിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഇൻ ബിഇഹ്സാൻ. രണ്ട് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ മകളെ നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ചു തരുന്നത്. വെറുതെയല്ല ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഉപ്പമാര് നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോ നിങ്ങളുടെ കരള് പറിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കരള് പറിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. സന്തോഷത്തോടെ നമ്മുടെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ച നമ്മുടെ പൊന്നുമോളെ മറ്റൊരാളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോ ഓർക്കണേ, നമ്മുടെ കരളാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് ഫാത്തിമത്തു ഖിത്അത്തും മിന്നി, എന്റെ ഫാത്തിമ എന്റെ കരളാണ്. ഫാത്തിമ കരളാണ്. നമ്മൾ അത് പറിച്ചിട്ടാ കൊടുക്കുക കല്യാണം കഴിക്കുമ്പോൾ. ഇത്ര 20 വർഷം 18 വർഷം 19 വർഷം നമ്മൾ കാത്തു സൂക്ഷിച്ച് വളർന്ന നമ്മുടെ പൊന്നുമോളെ ഒരാളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുക. കൊണ്ടുപോ. പക്ഷെ കൊണ്ടുപോകാൻ പാടില്ല. രണ്ട് കരാറിന്റെ അടിസ്ഥാനത്തിലേ നീ കല്യാണം കഴിക്കാവൂ. ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കുക. വിവാഹം എന്താണ്? എന്താണ് വിവാഹം? വിവാഹം അടിച്ചുപൊളിയല്ല. വിവാഹം നിങ്ങൾ റോഡിൽ കാണിക്കുന്ന ആർഭാടം, ആഭാസവും തമ്മാടിത്തരമില്ല. വിവാഹം മണിയറയിൽ ആദ്യത്തെ രാത്രി മണിയറയിലെ കയറ്റാൻ സമ്മതിക്കാതെ രാവിലെ വരെ റോഡിലൂടെ ഓടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ട് പോകലല്ല വിവാഹം. എന്ന് പറയുന്നത് രണ്ട് കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഇൻ ബിഇഹ്സാൻ. ഒന്ന് ഇംസാകും ബിമഅറൂഫ്, മാന്യമായ നിലയിൽ ഈ പെണ്ണിനെ നീ സംരക്ഷിക്കണം കേട്ടോ. വാപ്പ പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന്റെ കരാറാണ് കേട്ടോ. അള്ളാന്റെ കരാറാണ്. ചെറുപ്പക്കാരെ, യുവാക്കളെ, അള്ളാന്റെ കരാറാണ്. ഈ പെണ്ണിനെ നീ മാന്യമായ നിലയിൽ അവളെ സംരക്ഷിക്കണം. നിന്റെ ഭാര്യയായിട്ട് നീ ഏറ്റെടുത്തോ, അവളെ മാന്യമായിട്ട് നീ സംരക്ഷിക്കണം. ഇംസാകും ബിമഅറൂഫ്, മാന്യമായിട്ട്. എന്താ മൻസൂറ നീ കറങ്ങ സമയായോ? എനിക്ക് പറയാൻ നിർബന്ധമൊന്നുമില്ല, പറഞ്ഞോളി. നമ്മുടെ ഇച്ചാമാരൊക്കെ പറഞ്ഞാൽ 2 മണി വരെ പറയാം, കേൾക്കാൻ നല്ല സുഖമുണ്ടല്ലോ. എല്ലാ ദിവസവും 10 ദിവസം പ്രസംഗം ഉണ്ടല്ലോ. കൂടുതൽ പ്രസംഗിച്ചിട്ട് വലിയ കാര്യം അല്ലേ? അൽഹംദുലില്ലാഹ്, നല്ല ചരിത്രമല്ലേ? അടുത്ത പ്രസംഗത്തിന് വെള്ളത്തിക്കണം. അപ്പൊ കല്യാണം രണ്ട് കരാറിന്റെ അടിസ്ഥാനമാണ് കല്യാണം. രണ്ട് കരാറിന്റെ അടിസ്ഥാനം. ഒന്ന് ഇംസാകും മഅറൂഫ്, നല്ല രീതിയിൽ ഓളെ സംരക്ഷിക്കണം. എങ്ങനെ അത് ചോദിച്ചു നബി തങ്ങളോട്. മൻസൂറെ പഠിച്ചോ? ശരിയാവുന്നില്ലെങ്കിൽ അടുത്തൊരു പെണ്ണിനോട് കെട്ടിയിട്ട് പഠിച്ചോ. എന്താണ് കരാറടിസ്ഥാനം? ചെറുപ്പക്കാർ മനസ്സിലാക്കിയിട്ട് നാളെ പെണ്ണെട്ടാൻ പോകുന്നവരൊക്കെ പഠിച്ചോളൂ. ഈ ആഴ്ചയിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ പഠിച്ചോളൂ. വെറുതെ ഒരു പെണ്ണിനെ കെട്ടണ്ട. ഓളുടെ സൗന്ദര്യം കണ്ടിട്ട് പെണ്ണെട്ടാൻ നിൽക്കണ്ട. സൗന്ദര്യം എല്ലാം പോകും. തങ്ങൾ ചെറുപ്പക്കാരോട് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്. യുവാക്കളെ, കുപ്പയിലെ റോസാ പുഷ്പത്തെ സൂക്ഷിക്കണേ. സൂക്ഷിക്കണേ. മാലിന്യ കൂമ്പാരത്തിൽ കിളിച്ചു നിൽക്കുന്ന, വളർന്നു നിൽക്കുന്ന, വിടർന്നു നിൽക്കുന്ന ആ റോസാ പുഷ്പം നിങ്ങൾ പറിക്കണ്ട. അതിന്റെ
ചുവട്ടിലെ കിടക്കുന്നൊക്കെ മാലിന്യങ്ങളാണ്. അതിൽ കാണാൻ നല്ല രസമായിരിക്കും, ഇങ്ങനെ വിടർന്ന്. ആ റോസാ പുഷ്പത്തെ നിങ്ങൾ സൂക്ഷിക്കണം. സഹാബത്ത് ചോദിക്കുകയാ, വമാ ഖദറാ ഉദ്ദിമനി യാ റസൂലല്ലാഹ്, കുപ്പയിലെ റോസാ പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഉടനെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തുൽ ഹസന ഫിൽ മംബിതിസ്സൂ, അൽ മർഅത്തുൽ ഹസന, കാണാൻ ചുറുക്കുള്ള സുന്ദരിയായ പെണ്ണ്, പക്ഷേ മൻബിതിസ്സൂ, അവളുടെ ജീവിത ചുറ്റുപാട് മോശമായ തറവാടാണ്. മോശമായ തറവാട്ടിൽ വളർന്നു വന്ന സുന്ദരിയായ പെണ്ണ്, കാണാൻ ചുരുക്കുണ്ട്, സ്വഭാവം മോശം. അങ്ങനെയുള്ള പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഏറ്റവും നല്ല സ്വഭാവമുള്ള പെണ്ണിനാണ്. സൗന്ദര്യം വേണം, പക്ഷെ സൗന്ദര്യത്തെക്കാൾ സ്വഭാവം, അതാണ് നമുക്ക് വേണ്ടത്. സ്വഭാവം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം സൽസ്വഭാവമാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉത്തമ ഗുണമുള്ള വ്യക്തിയാണ് നബിയെ. നാളെ സ്വർഗ്ഗലോകത്ത് ആദം നബിയുടെ നീളമാണ് നമുക്ക് കിട്ടുക. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യമാണ് അല്ലാഹു നമുക്ക് നൽകുക. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വരമാധുര്യമാണ് നമുക്ക് നൽകുക. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയസ്സാണ് സ്വർഗ്ഗത്തിൽ നൽകുക, 33 വയസ്സ്. ഇതിലെല്ലാം ഉപരി ബഹുമാനപ്പെട്ട നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവമാണ് സ്വർഗ്ഗത്തിലുള്ളവർക്ക് അല്ലാഹു നൽകുക. സ്വർഗ്ഗത്തിലുള്ള സ്വഭാവം ആരുടെ സ്വഭാവം? നബിയുനാ റസൂലുള്ളാഹി ചൊല്ലു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്ക ചൊല്ലുപ്പാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നാളെ നബി തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിലെത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മുബാറക്കായ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി തരണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ ശഫാഅത്തിന് അർഹതയുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയുടെ പേര് സലാത്തു വസ്സലാം. ഇതെല്ലാം എല്ലാം ക്ഷീണിച്ചു പോയി. ചായ ഒന്നും കൊടുക്കാറില്ല, ചായ ഒന്നുമില്ല, ജ്യൂസല്ലേ ഉള്ളല്ലേ? തണ്ണീർ പന്ത് കടവത്ത് തണ്ണീർ പന്ത് ഫ്രീ ആയിട്ട് ജ്യൂസ് എടുക്കല്ലേ? പിന്നെന്താ ഒരു സലാത്തിന് ഒരു ഉഷാറില്ലാത്ത അല്ലേ? നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലാത്തവൻ ഏറ്റവും വലിയ പിശുക്കൻ, ലുബ്ധൻ. പൈസ എടുക്കാത്തവനല്ല. ഒരു സലാത്തെങ്കിലും ചൊല്ലാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അവനേക്കാൾ യുദ്ധൻ വേറെ ആരുമില്ല, അല്ലേ? അവനേക്കാൾ പിശുക്കൻ വേറെ ആരുമില്ല. ഒരു സലാത്തിന്റെ പേരിൽ ചൊല്ലിക്കൂടെ? അപ്പൊ നമ്മൾ അങ്ങനെ ഇരുന്നാൽ പോരാ, ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. എത്രയോ സലാത്തുകൾ ചൊല്ലുമ്പോൾ ആതിരാ സമയത്ത് അത്രയും കൂലി വർദ്ധിക്കല്ലേ? ഇത്ര മഹത്വങ്ങളാണ്, ചെറിയ കാര്യമല്ലല്ലോ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബിതങ്ങളുടെ ശഫാഅത്തിന് അർഹത അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബ ജീവിതമാണ് നമുക്ക് പഠിപ്പിച്ചെന്ന വഴികളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ തട്ടിവിട്ടി പോവല്ല. ഹദീസിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ ഇവിടെ പഠിപ്പിച്ച് തരുന്നത് ഓർത്തിട്ട് ഇനിയും നിങ്ങൾ ഇൻഷാ അല്ലാഹ് പുതിയ തലമുറ വിവാഹം കഴിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ വിവാഹം കഴിച്ചാൽ അവരുടെ സന്താന പരമ്പരകൾ അവർക്ക് ഗുണമുള്ളവരായിരിക്കും.
അതല്ല ഭൗതികമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ താല്പര്യം അനുസരിച്ചുള്ള ഒരു കുടുംബ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ അതിന്റെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. യാതൊരു സംശയവുമില്ല. കല്യാണം കഴിഞ്ഞത് മുതൽ, വിവാഹം കഴിഞ്ഞ സമയം മുതൽ, ആദ്യ രാത്രി മുതൽ ചെയ്യേണ്ട കർമ്മം നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആദ്യ രാത്രിയാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പാഴാക്കി കളയുന്നത്. ഫസ്റ്റ് നൈറ്റ് കൂടെ സമ്മതിക്കൂല. ഉടനെ ചെക്കന്മാരെല്ലാരും കൂടെ ചേർന്നിട്ട് അവനെ കൂട്ടിയിട്ട് ക്രൈന്റെ മുകളിൽ കയറ്റിട്ട് ഇങ്ങനെ ഒരു ചുറ്റും മൊത്തം കൊണ്ടുപോയി ക്രൈന്റെ മുകളിൽ. അവന്റെ ഫസ്റ്റ് നൈറ്റ് ക്രൈന്റെ മുകളിലാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുവോ? ആദ്യ രാത്രി എന്ത് ചെയ്യണം? കുടുംബജീവിതം സന്തുഷ്ടമായ കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ എന്ത് ചെയ്യണം? 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. രണ്ടുപേരും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. തറക്കാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദ്ദാനി ബി താഅത്തിർ റഹ്മാനി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളെ കല്യാണം കഴിച്ച് മണിയറയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ആദ്യത്തെ രാത്രി എന്തായിരുന്നുവെന്നറിയോ? രണ്ടുപേരും മുസല്ല എടുത്തവിടെ ഇട്ടിട്ട് രണ്ടുപേരും നമസ്കാരത്തിലാണ്. തഹജ്ജുദ് വരെ അവർ നമസ്കാരത്തിലാണ്. സുബഹിയുടെ സമയം വരെ നമസ്കാരത്തിലാ. ആദ്യത്തെ രാത്രി അവർ ഒഴിവാക്കുകയാണ് ചെയ്തത്. തറക്കാ ഫിറാശഹുമാ വഖാമാ ഫിദ്ദുജാ യതലദ്ദാനി ബി താഅത്തിർ റഹ്മാനി. ഇന്ന് നമ്മുടെ സന്തോഷവും രസവുമെല്ലാം പടക്കം പൊട്ടിക്കലും ബഹളമുണ്ടാക്കലും പാട്ട് പാടലും നമ്മൾ ബാൻഡ് മേളം അടിക്കലും റോഡിലൂടെ നിലവിളിച്ചു നടക്കലുമല്ലേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മരുമക്കളുടെ കുടുംബജീവിതം എന്താണെന്നറിയോ? ആദ്യ രാത്രി അവർ ആ മണിയറയിൽ രണ്ടുപേരും ഉറക്കമിളക്കുകയാണ്. അവർക്കുറക്കമില്ല. അവർ ഉറങ്ങാതെ മുസല്ലയിട്ട് രണ്ടുപേരും നമസ്കാരത്തിലാണ്. യതലദ്ദാനി ബി താഅത്തിർ റഹ്മാനി. പരമകാരുണികനായ പടച്ച തമ്പുരാനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് അവര് സന്തോഷം പങ്കിട്ടത് ആദ്യ രാത്രിയിലാണ്. അതെങ്ങനെയാണ്? നമസ്കാരത്തിലൂടെയാണ്. ഒരാൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ചോദിച്ചില്ലേ, ഇബ്നു അബ്ബാസ് മഹാനവറുകളെ, ഇന്നി തസവ്വജ്തു ഇംറാഅത്തൻ, ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. വഇന്നി അഖാഫു അൻ തഫറകനി, പക്ഷേ ഞാൻ ഭയപ്പെടുന്നു അവൾ എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പല സ്വഭാവത്തിലുള്ള പെണ്ണുങ്ങളായിരിക്കാം മരുമകളായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്, നമ്മുടെ ഭാര്യയായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നത്. അവളുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഒരു സഹാബി വന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഞാൻ കല്യാണം കഴിച്ചു ഒരു പെണ്ണിനെ മാനവറുകളെ, പക്ഷേ ഞാൻ ഭയപ്പെടുന്നു അവൾ എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുമോ എന്ന്. ഉടനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഇന്നൽ ഇൽഫ മിനല്ലാഹ് വ ഇന്നൽ ഫറക മിനശ്ശൈത്വാൻ. അതേ സഹോദരാ, സ്നേഹമെന്ന് പറയുന്നത് അള്ളാന്റെ ഭാഗത്തു നിന്നുമുള്ളതാണ്. കുടുംബ ഛിദ്രത എന്ന് പറയുന്നത് പിശാചിന്റെ പണിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വിള്ളലുണ്ടാകാതിരിക്കാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഴി പറഞ്ഞു കൊടുക്കുകയാ. ആദ്യ രാത്രി മണിയറയിലേക്ക് കടക്കുമ്പോ പുതുമണവാള, നീ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണേ. നിന്റെ പുറകിൽ നിന്റെ ഭാര്യയും 2 റക്അത്ത് നമസ്കരിക്കട്ടെ. രണ്ടുപേരും 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അവര് രണ്ടുപേരും ദുആ ചെയ്യണമല്ലോ. അല്ലാഹുമ്മ റുസുഖ്നി മിൻഹാ വറുസുഖുഹും മിന്നി. ഭർത്താവ്
ഭർത്താവ് ദുആ ചെയ്യണം, അല്ലാഹുവേ എന്നിൽ നിന്നും എന്റെ കുടുംബത്തിൽ നിന്നും എന്റെ ഭാര്യയെയും അവളുടെ കുടുംബത്തെയും നീ സഹായിക്കണേ അല്ലാ. ഭാര്യ ദുആ ചെയ്യട്ടെ, പടച്ച റബ്ബേ എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെയും എന്റെ ഭർത്താവിന്റെ കുടുംബത്തെയും നീ സഹായിക്കണേ അല്ലാ.